പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാനിപ്പം യൂറോപ്പിലെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു 1000 വിവാഹിതർക്ക് വേണ്ടി ദമ്പതികളുടെ ഒരു ധ്യാനം ആരംഭിച്ചു. പെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് പ്രിയങ്കരനായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി സ്വർഗത്തിലേക്ക് യാത്രയായി എന്ന്. 2 വാക്ക് ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഒരു നന്ദികേടായിട്ട് എനിക്ക് തോന്നും. ഞാൻ അദ്ദേഹത്തെ ഏറെ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു വിവിധ കാരണങ്ങളാൽ. ഒന്നാമതായിട്ട് ഞാനൊരു കരിസ്മാ ധ്യാനഗുരുവായി മാറുന്നു 75-ല്. അപ്പോൾ തന്നെ എന്നെ വന്ന് കണ്ട് മാനന്തവാടിക്കെന്നെ ക്ഷണിച്ചു ധ്യാനിപ്പിക്കാനായിട്ട്. അവിടെ ചെല്ലുന്നു. അവിടെ അന്നത്തെ ഒരു അച്ഛനുണ്ടായിരുന്നു, ആൻഡ്രൂസ് അച്ഛൻ എന്നായിരുന്നു പേര്. രണ്ടാമത്തെ പേര് വീട്ടുപേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹമായിരുന്നു നവീകരണത്തിന്റെ ചാർജ്. അപ്പോൾ ആദ്യം ഒരു കരിസ്മാറ്റിക്കാരനായിരുന്നു തൂങ്കുഴി പിതാവ്. അപ്പം അവിടെ ഇടവകകളിൽ ധ്യാനം കൊടുക്കാൻ എന്നെ 6 ഇടവകകളിൽ ധ്യാനം കൊടുക്കാൻ വിളിച്ചു. എല്ലാത്തിന്റെയും പേര് ഞാൻ ഓർക്കുന്നില്ല. കബനിഗിരി, തലഞ്ഞി, തലപ്പുഴ, മുള്ളംകൊല്ലി, ഇതൊക്കെ ചെറിയ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഏറ്റുമാനൂരിലായിരുന്നപ്പോൾ, SFS സെമിനാറിലായിരുന്നപ്പോൾ ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിളാണ് ഉപയോഗിച്ചത്. പിതാവ് പറഞ്ഞു, എനിക്കൊരു പഴയ ബുള്ളറ്റ് ഉണ്ട്, തന്നേക്കാച്ച, അച്ഛൻ അതുകൊണ്ട് പൊക്കോളാൻ. അത്ര ആ സ്നേഹവും ആ വാത്സല്യവും ഒരിക്കലും മറക്കാൻ ആവത് അല്ല. നമുക്കറിയാം, മാനന്തവാടി രൂപത്തിൽ തുടങ്ങിയപ്പോൾ മുതൽ അതിന്റെ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു വിശുദ്ധ വ്യക്തിയായിരുന്നു. പിന്നീട് എനിക്ക് പലപ്പോഴും അദ്ദേഹവുമായിട്ട് കാണാനായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരിസ് ഭവൻ ആരംഭിച്ചപ്പോൾ കാരിസ് ഭവൻ ആദ്യം നടത്തിയ കൺവെൻഷൻ നിലമ്പൂർ വെച്ചായിരുന്നു. മാനന്തവാടി രൂപതയിലാണല്ലോ നിലമ്പൂര്. പിന്നെ MSSകാരായിരുന്നു ചോക്കാട്, തേൾപ്പാറ, അല്ലെങ്കിൽ പൂക്കോട്ടുംപാടം, ആ പ്രദേശത്ത് നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചു. അവിടെ MSSകാർക്ക് ഞങ്ങൾക്ക് ഒരു റബ്ബർ തോട്ടമുണ്ട്. ഞങ്ങളുടെ സെമിനാരിക്ക് വേണ്ടിയിട്ട് പണമുണ്ടാക്കാനായിട്ടുള്ള ഒന്നാണ്. വൈദ്യച്ഛൻ തുടങ്ങി വെച്ച ഒന്നാണ് ആ പ്രസ്ഥാനം. പ്രിയപ്പെട്ടവരെ, പിതാവായിട്ട് അങ്ങനെ പലപ്പോഴും കാണുമ്പോൾ ആ ലാളിത്യം, ആ സ്നേഹം, ആ വലത്ത് കൈക്കെന്റെ പിടിച്ചോണ്ട് മാനന്തവാടി അരമനയിൽ തിന്നാനായിട്ട് വലിയ തീറ്റയൊന്നുമില്ല, സിമ്പിളാണ്. എന്നാൽ അവിടെ ആ പിതാവിന്റെ കൂടെ അല്പം ആഹാരം കഴിക്കുന്നത് വലിയ മധുരമായിരുന്നു. അന്ന് ചങ്ങനാശ്ശേരിക്കാരനൊരു ചിറ്റൂരച്ഛനോ മറ്റോ ഉള്ള കാലമാണ് ആദ്യകാലത്തെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നല്ല ഓർമ്മയില്ല, എങ്കിലും എനിക്കിപ്പോൾ 80 വയസ്സായില്ലേ, എല്ലാം ഓർക്കാൻ എനിക്ക് പറ്റുന്നില്ല. മാനന്തവാടി പിതാവിനെ പറ്റി ഞാൻ എപ്പോഴും ഓർക്കുന്നത്, നേരെ കണ്ണോട് കണ്ണു നോക്കി ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ഇനി അതിനുശേഷം നിങ്ങൾക്കറിയാം, 93-ൽ മാനന്തവാടിയിൽ ഒരു വലിയ കൺവെൻഷന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചു. നേരിട്ട് ഫോൺ വിളിച്ച് എന്നെ ക്ഷണിച്ചു പോകാൻ. ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ദിവസത്തെ പരിപാടി എടുക്കാറില്ല. ആ കൺവെൻഷൻ 5 ദിവസമാണെങ്കിൽ 5 ദിവസം ഞാനാണ് നടത്തേണ്ടത്. അപ്പൊ പിതാവ് പറയുമ്പം എനിക്ക് നിഷേധിക്കത്തില്ല. കാരണം സ്നേഹത്തിൽ നിന്നൊരാൾ ആവശ്യപ്പെടുമ്പോൾ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, പിതാവ്, ഞാൻ സാധാരണ 5 ദിവസത്തെ കൺവെൻഷൻ മുഴുവൻ കൂടെ നടത്താൻ എനിക്കറിയാം അച്ഛാ, എങ്കിലും അച്ഛൻ ഒരു ദിവസം വരണം. അന്നാണ് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് തസ്കരന്മാര്. ഞാൻ കോട്ടയത്തു നിന്ന് മാനന്തവാടിക്ക് പോകുമ്പോൾ വഴിമധ്യേ എന്നെ പിടിച്ചുകൊണ്ട് പോയ ചരിത്ര നിങ്ങൾക്കറിയാം, പീഡിപ്പിച്ചതുമെല്ലാം. അങ്ങനെ മാനന്തവാടിക്ക് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. എന്റെ മനസ്സിൽ പണക്കമല്ലെങ്കിലും വിഷമമുണ്ടായിരുന്നു, തൂങ്കുഴി പിതാവിനെ കാണാൻ വന്നില്ലല്ലോ എന്ന് ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും. പിന്നീട് അരകത്തെ ഞാനൊരു പട്ടംകൊട ശുശ്രൂഷയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ കൈക്ക് പിടിച്ച് കണ്ണീര് വന്നോന്ന് എനിക്കറിയത്തില്ല. അച്ഛ, എന്നോട് ക്ഷമിക്കണം. ഞാൻ എളിമയുടെ പാതാളം വരെ കണ്ടു. കാരണം ഒരു പിതാവിനോട് ക്ഷമ ചോദിക്കുക. പിതാവ്, അന്ന് ഞാൻ വരാതിരുന്നതിന് കാരണം, ഞാൻ വരാൻ തുടങ്ങിയപ്പോൾ 1-2 അരമണി നിന്നോട് വിളിച്ചു പറഞ്ഞു, അത് ഒരു കള്ളക്കഥയാണ്, അച്ഛനെ ആരും പിടിച്ചോണ്ട് പോയതല്ല എന്ന്. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, എന്നോട് ക്ഷമിക്കണം. പിന്നീടാണ് സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത്. കുണ്ടുകുളം പിതാവ് എന്നോട് എല്ലാം തുറന്ന് പറയുകയുണ്ടായി എന്നോട് പറഞ്ഞു. അതിനുശേഷം 2 വർഷം മുമ്പ് ഞാൻ ഷെക്കീന ടെലിവിഷനിൽ ഏതോ എപ്പിസോഡ് ധ്യാനത്തിന് പോകുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സന്തോഷ് കരുമാത്തറ എന്നെ കൊണ്ടുപോയി മൈനസ് സെമിനാറിൽ. അന്ന് പിതാവ് റെസ്റ്റാണ്. ഏകദേശം എനിക്ക് 2 മണിക്കൂറോളം എന്റെ ആധ്യാത്മിക ജീവിതത്തെപ്പറ്റി കൂലങ്കഷമായിട്ട് സംസാരിക്കായിരുന്നു. അച്ഛൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു വലിയ രഹസ്യം പറഞ്ഞച്ചാ,
എന്നും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കാൻ എനിക്ക് പ്രേരണ തന്നത് അച്ഛനാണ്. ഞാനങ്ങ് സ്തംഭിച്ചു പോയി. ഹല്ലേലൂയ. പറഞ്ഞു അച്ഛന് അവിടെ മാനന്തവാടി ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, കരിസ്മാറ്റിക് ആയതിൽ പിന്നെ അതിരാവിലെ 4 മണിക്ക് ഏത് രാജ്യത്ത് പോയാലും എപ്പോ രോഗമായാലും 4 മണിക്ക് കർത്താവ് എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുമെന്ന്. ഇത് വലിയൊരു പ്രചോദനമായിരുന്നു. അതുകൊണ്ട് അച്ഛനെ എപ്പോഴും ഞാൻ ഓർക്കും. മാത്രമല്ല നമ്മൾ രണ്ടുപേരും ഒരു പേരുകാരാണല്ലോ. ജേക്കബ് ആണല്ലോ ജെയിംസ്, ജെയിംസ് ആണല്ലോ ജേക്കബ്. ഞങ്ങൾ പരസ്പരം തിരുനാൾ വിഷ് ചെയ്യുമായിരുന്നു ഏറെക്കാലം. പിന്നീട് ഞാൻ അവിചാരിതമായിട്ട് ഈ തസ്കരന്മാർ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം കേരളത്തിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ ബ്രദർ സന്തോഷുമായിട്ട് അവിടെ ചെന്നപ്പോൾ ഇരുന്നു കൊണ്ട് ഏറെ നേരം എന്റെ കയ്യിലെയും കാലിലെയും മുറിവുകളെല്ലാം നോക്കി അതിനെപ്പറ്റി സംസാരിച്ചു. അതിനെപ്പറ്റി ഇങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പിതാവ് ചോദിച്ചാൽ ആദ്യം അല്ലെങ്കിൽ ഒരാള് ഏകൻ തുങ്കുഴി പിതാവാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്, തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം കർത്താവിന്റെ അടുക്കൽ വലിയൊരു മുതൽക്കൂട്ട് അച്ഛ. അതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും ഈ വീൽ ചെയറിലാണെങ്കിലും ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അച്ഛൻ ഇവരോടെല്ലാം ക്ഷമിച്ച് അച്ഛൻ ഇതെല്ലാം സഹിക്കുന്നത് കൊണ്ട്. അങ്ങനെ സഹനത്തെപ്പറ്റി അത് പറഞ്ഞു. അച്ഛനെ പോലുള്ള സഹനമൊന്നും എനിക്കുണ്ടായിട്ടില്ല അച്ഛ. എന്നാലും അച്ഛന്റെ ചില വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. അങ്ങനെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. എന്റെ പ്രാർത്ഥനാ ജീവിതത്തെപ്പറ്റിയും ചോദിച്ചു ആഴമായിട്ട്. കാരണം ഞാൻ ശുദ്ധിയാത്മാക്കൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന കാര്യം അതും എന്നോട് ചോദിച്ചു, അതെങ്ങനെയാ അച്ഛാ? അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരിയാണ്, സഭ ശുദ്ധീകരണ സഭയും നമ്മുടെ ഇവിടുത്തെ സഭയും അവർ സ്വർഗീയ സഭയും ഒന്നിച്ചേർന്നാണല്ലോ. ഇന്ന് പലർക്കും കത്തോലിക്ക സഭയിൽ ഇതിനെപ്പറ്റി അറിവ് കുറവാണ്. അച്ഛന് ഇത് ഷെയർ ചെയ്ത് നന്ദി. ഇങ്ങനെ ഏറെ നേരം പറഞ്ഞ് പരസ്പരം പ്രാർത്ഥിച്ച് ആണ് അവിടുന്ന് കാപ്പിയും കുടിച്ച് പിരിയുന്നത്. അതായിരുന്നു അവസാനമായിട്ട് പിതാവിനെ കാണുന്നത്. ഞാൻ ഈ വീൽ ചെയറിലായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അന്ന് കരുമാത്തറ പോനെ കൊണ്ടുപോയത് കൊണ്ട് അങ്ങനെ പോകാൻ സാധിച്ചു. ഞാനിത് പറയുന്നത് എന്റെ മനസ്സിൽ പിതാവ് സ്വർഗത്തിലേക്ക് പോയെന്ന് കേട്ടപ്പോൾ ദുഃഖം തോന്നിയില്ല. 94 വർഷം നല്ല ഒരു മനുഷ്യനായിട്ട്, നല്ല ക്രിസ്ത്യാനിയായിട്ട്, നല്ല വൈദികനായിട്ട്, നല്ലൊരു ബിഷപ്പായിട്ട്, നല്ലൊരു ആർച്ച് ബിഷപ്പായിട്ട് ജീവിതം ചെലവഴിച്ചു. തമ്പുരാനെ ഏറെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ കേൾക്കുകയായിരുന്നു. നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ഒരു മരസുപ്പീരോ മറ്റോ പറയുന്നത്, അതായത് പിതാവ് വിശുദ്ധ കുർബാന സമയത്ത് ആ കുർബാന ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ ശേഷം ഉയർത്തി നോക്കുന്ന ആ നിമിഷത്തിൽ സ്നേഹത്തിന്റെ കിരണങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും പക്കലേക്ക് വരുമായിരുന്നു. പ്രക്ഷോഭിതമായ ആ മുഖം ഒരിക്കലും മറക്കത്തില്ല എന്നോ മറ്റോ. ആ സിസ്റ്റർ ആരാന്ന് എനിക്കറിഞ്ഞുകൂടെ. ഞാനിപ്പോൾ കുറച്ചു മുമ്പാ കേട്ടത്. അത് സത്യമാണ്. പിതാവിനോട് പലപ്പോഴും ബലിയർപ്പിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. സിസ്റ്റർ പറഞ്ഞപ്പോൾ അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അതായത് പിതാവ് കുർബാന അങ്ങോട്ട് ഉയർത്തിയത് നോക്കുന്നത് കാണുമ്പോൾ ആ കണ്ണുകളിൽ നിന്നും മുഖത്തു നിന്നുള്ള പ്രകാശം, ആ കൃപയുടെ പ്രകാശം ഭയങ്കരമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം അപേക്ഷിക്കുവാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ കേരള സഭയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം അപേക്ഷിക്കാൻ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള സഭയ്ക്ക് നേരെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഈ കാര്യങ്ങളെപ്പറ്റി ഏറെ ഹൃദയത്തിൽ ദുഃഖിച്ച ഒരു പിതാവായിരുന്നു എന്നും എനിക്കറിയാം. അന്ന് 2 മണിക്കൂറോ 1.5 മണിക്കൂറോ സംസാരിച്ചപ്പോൾ അതും പറയുണ്ടായി ഹൃദയവേദനയോടുകൂടി സഭയുടെ അനൈക്യത്തെപ്പറ്റി. അങ്ങനെ കരിസ്മാറ്റിക് നവീകരണത്തിൽ മുൻപന്തിയിൽ നിന്ന എന്ന് പറഞ്ഞാൽ ഒരു പേരും പെരുമയിലും അല്ല, എപ്പോഴും കരിസ്മാറ്റിക്കായി പ്രാർത്ഥിക്കുന്ന, ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയായിരുന്നു. വിശുദ്ധ കുർബാനയുടെ ഭക്തൻ, മരിയ ഭക്തൻ. ഞാനൊക്കെ പലരും പറഞ്ഞുകൊണ്ടൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് വലിയൊരു സ്നേഹം, ഒരു കൊട്ടപ്പടി സ്നേഹമുണ്ട്. അതുകൊണ്ട് തൊങ്കുഴി പിതാവേ, ഞാൻ പിതാവിന് നന്ദി പറയാണ്. ഈ ലോകത്തിൽ എനിക്ക് തന്ന പ്രേരണയും മാതൃകയും പ്രാർത്ഥനയ്ക്കും എല്ലാം. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും എന്നെ ഓർക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുന്നു. പിതാവേ, പിതാവിനെ ഞങ്ങൾ എന്നും സ്നേഹിക്കും. പിതാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവില്ല. അങ്ങ് യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ ഒരു പിതാവായിരുന്നു, ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവൻ ആയിരുന്നു. അതങ്ങയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ് മഹത്വത്തിന്റെ മഹത്വത്തിലേക്ക് ആത്മാവിലൂടെ
അങ്ങേ ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ എന്റെ ദിവബലി ഞാൻ അങ്ങേക്ക് വേണ്ടി അർപ്പിക്കുന്നത് ആണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.